കുട്ടികളെ, ഇന്ന് നമുക്കൊരു രസകരമായ കഥ കേട്ടാലോ? ഒരു മരം വെട്ടുകാരന്റെയും ജലകന്യകയുടെയും കഥ. രാമൻ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അയാളുടെ ഏക സമ്പാദ്യം ആ ഇരുമ്പ് കോടാലിയായിരുന്നു. രാമൻ ഒരു ദിവസം മരം വെട്ടാൻ പോയപ്പോൾ അറിയാതെ കോടാലി വെള്ളത്തിൽ വീണുപോയി. അയ്യോ, കോടാലി വെള്ളത്തിൽ വീണോ? എന്റെ കോടാലി, ഞാനിനി എങ്ങനെ ജീവിക്കും? അങ്ങനെ രാമൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഒരു ജലദേവത പൊങ്ങി വന്നു. എന്തിനാ നീ കരയുന്നത് മകനെ? ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ എന്റെ കോടാലി വെള്ളത്തിൽ തെറിച്ച് വീണുപോയി. വിഷമിക്കേണ്ട രാമ, ഞാൻ സഹായിക്കാം. ഇതാണോ നിന്റെ കോടാലി? ഇല്ല, ഇത് എന്റെ കോടാലിയല്ല. ഇത്രയും തിളക്കമുള്ള സ്വർണ്ണ കോടാലി എന്റെ തന്നെ. അതെ, ഇതാണെന്റെ കോടാലി, എന്റെ പഴയ ഇരുമ്പ് കോടാലി. നന്ദി ദേവി, ഒരുപാട് നന്ദി. നിന്റെ സത്യസന്ധതയിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതാ, നിന്റെ കോടാലിക്കൊപ്പം ഈ സ്വർണ്ണ കോടാലിയും നിനക്കുള്ള സമ്മാനമാണ്. അങ്ങനെ അവസാനം രാമന്റെ സ്വന്തം കോടാലി തിരിച്ചു കിട്ടി. കണ്ടോ കുട്ടികളെ, അവൻ ആ സ്വർണ്ണ കോടാലി സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല. അവൻ സത്യമേ പറഞ്ഞുള്ളൂ. ടീച്ചർ, രാമൻ ശരിക്കും മിടുക്കനാണല്ലേ? അതുകൊണ്ട് കുട്ടികളെ, എപ്പോഴും ഓർക്കുക, സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത്.